പരിശീലകനായി ഡൊറിവൽ ജൂനിയർ ചുമതലയേറ്റ ശേഷം ആദ്യമായി ബ്രസീൽ കളത്തിലെത്തുകയാണ്. വെംബ്ലിയിൽ ഇംഗ്ലണ്ടിനെതിരായാണ് മത്സരം. 1963 ശേഷം ആദ്യമായി ജയത്തിനേക്കാൾ തോൽവികൾ സ്വന്തം രേഖകളിലേറിയ വർഷമായിരുന്നു ബ്രസീലിന് 2023. 3 വട്ടം ജയിച്ച ടീം 5 കളികൾ തോൽക്കുകയും ഒരു തവണ സമനിലയിൽ പിരിയുകയുമായിരുന്നു. ലോകകപ്പ് യോഗ്യതയിലെ 6 യോഗ്യതാ പോരാട്ടങ്ങളിൽ 7 ഗോളുകൾ വഴങ്ങുകയും ചെയ്തു. ഇതത്രയും വാങ്ങിച്ചു കളഞ്ഞ് പുതുചരിത്രത്തിലേക്ക് തിരിച്ചു കയറാനാണ് ടീമിന് മുന്നിലെ വലിയ ലക്ഷ്യം. പക്ഷേ ഇംഗ്ലണ്ടിനെതിരെ അവരുടെ തട്ടകത്തിൽ ജയിച്ചു കയറുക ബ്രസീലിന് ഒട്ടും എളുപ്പമാവില്ല. ഇംഗ്ലണ്ടുമായി ഇതിനു മുൻപ് 26 മത്സരങ്ങളിൽ ബ്രസീൽ ഏറ്റുമുട്ടിയിട്ടുണ്ട്. 4 കളിയിൽ മാത്രമേ ബ്രസീൽ തോറ്റിട്ടുള്ളൂ എന്ന ചരിത്രം ബ്രസീലിന് കരുത്താവും. ബ്രസീൽ 4-3-3 ശൈലിയിലായിരിക്കും ഇംഗ്ലണ്ടിനെതിരെ കളിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബ്രസീലിൻ്റെ സാധ്യതാ ലൈനപ്പ് എങ്ങനെയെന്ന് നോക്കാം. അലിസൺ ബെക്കറും എഡേഴ്സണും പരിക്കേറ്റ് പുറത്തായതിനാൽ ഗോൾ വലയത്തിന് മുന്നിലെത്തുക ബെൻഡോ ആയിരിക്കും. പ്രതിരോധത്തിൽ യാൻ ഗൂട്ടോ, ഡാനിലോ, ഗ്ലൈസൺ ബെർമർ, ലൂക്കാസ് ബെറാൾഡോ എന്നിവരെയാണ് പ്രതീക്ഷിക്കുന്നത്. മധ്യനിരയിലേക്ക് വന്നാൽ ആന്ദ്രേ, ബ്രൂണോ ഗുയിമറസ്, ലൂക്കാസ് പക്കേറ്റ എന്നിവരാണ് നിരക്കും. റോഡ്രിഗോ, റിച്ചാർലിസൺ, വിനീഷ്യസ് ജൂനിയർ എന്നിവരായിരിക്കും മുന്നേറ്റ നിരയിൽ ഉണ്ടാവുക. ഇംഗ്ലണ്ടിനായി ജോർദാൻ പിക്ഫോർഡ് വല കാൾക്കുമ്പോൾ പ്രതിരോധത്തിൽ വാക്കർ, സ്റ്റോൺസ്, മഗ്വയർ, ചിൽവെൽ എന്നിവരും മധ്യനിരയിൽ ഡെക്ലാൻ റൈസ്, ഗലഗർ, ബെല്ലിംഗ്ഹാം എന്നിവരും എത്തും. മുന്നേറ്റത്തിൽ ഫിൽ ഫോഡൻ, മാർക്കസ് റാഷ്ഫോർഡ്, ഒലി വാറ്റ്കിൻസ് എന്നിവരും ആദ്യ ലെവലിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.